ഇത് വിദ്യാരംഭത്തിന് ആദ്യാക്ഷരത്തിന് തുടക്കം കുറിക്കുന്ന സമയത്ത് നമ്മുടെ തന്നെ ഓർമ്മകളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. നമ്മൾ തന്നെ കുഞ്ഞിൽ ഈ ആദ്യാക്ഷരം കുറിച്ച് അതുണ്ടല്ലോ, അന്ന് ഇതേപോലെ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. വീടുകളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ പോകും. ഞാൻ തന്നെ വീട്ടിലായിരുന്നു എൻ്റെ ആദ്യാക്ഷരം ഞാൻ കുറിച്ചത്. പക്ഷേ ഇപ്പോൾ അതിനും മാറ്റം വന്നിട്ടുണ്ട്. ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടുവരുമ്പോൾ കുഞ്ഞുങ്ങൾ ഒരു കരയുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അങ്ങനെയുണ്ടല്ലോ. പക്ഷേ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് കാണുന്നില്ല. കുഞ്ഞുങ്ങൾ തന്നെ ഈ കുറേ കാര്യങ്ങൾ, പഴയ കുഞ്ഞുങ്ങളല്ല ഇന്ന്. ആദ്യാക്ഷരം മാത്രമല്ല, ഈ ഇതിൽ ഉള്ള എഴുത്ത് മാത്രമല്ലല്ലോ, അല്ലാതെ തന്നെ ഡിജിറ്റലായിട്ട് പോലും കുഞ്ഞുങ്ങൾ കുറേ അറിവ് നേടിക്കൊണ്ടാണ് ആദ്യാക്ഷരം കുറിക്കാൻ വരുന്നത്. അതാണ് വന്ന മാറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു മതേതരത്തിൻ്റെ ഒരു കാഴ്ച കൂടിയാണ് നമുക്കിവിടെ കാണാൻ. അതെ, ഇത് മതേതരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തുടക്കമാണ്. ഈ ആദ്യാക്ഷരം എന്ന് പറഞ്ഞാൽ തുടക്കമാണല്ലോ. മതേതരത്വത്തിൻ്റെ തന്നെ തുടക്കമായിട്ട് നമുക്ക് കാണാവുന്ന, ലോകം മുഴുവൻ അറിയുന്ന ഒരു വിദ്യാരംഭം കുറിക്കലാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇത്തവണ വളരെ കൂടുതലായിട്ട് ഇതിൽ പങ്കാളിത്തവും കാര്യവും ഉണ്ടായി. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. കുരുന്നുകളുടെ എന്തെങ്കിലും കുരുന്നുകളാണല്ലോ നമ്മുടെ ഭാവി എന്ന് പറഞ്ഞു. കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ച് അറിവിൻ്റെ ലോകത്തേക്ക് വന്ന് അറിവ് മാത്രം പോരല്ലോ, അറിവ് നമുക്ക് ആവശ്യം പോലെ കിട്ടും എല്ലാം രൂപം. പക്ഷേ അറിവിൽ കൂടിയുള്ള തിരിച്ചറിവിലേക്ക് അവരെ കൊണ്ടുവരിക, അതാണ് ഈ മതേതരത്വപരമായിട്ടുള്ള ഇതിൻ്റെ കാഴ്ചപ്പാടെന്ന് എനിക്ക് പറയാൻ സാധിക്കും. സന്തോഷം, വളരെ വളരെ സന്തോഷം.